ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ അത് ആദ്യം തന്നെ ചോറ് വെക്കാനുള്ളൊക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പയർ തോരൻ വെക്കാൻ കേട്ടോ. വള്ളിപ്പയറാണ്. അപ്പം പയർ മെഴുക്ക് വരട്ടിയാണെങ്കിൽ അധികം ആരും അങ്ങോട്ട് കഴിക്കില്ല കേട്ടോ. അപ്പം തോരനാകുമ്പം പൊക്കോളൂ കേട്ടോ, ചോറിൻ്റെ കൂടെ പരട്ടി അങ്ങ് പൊക്കോളൂ. പക്ഷേ ഇപ്പം നമ്മുടെ വീട്ടിൽ ചേച്ചിയും കുഞ്ഞും ഉണ്ട് കേട്ടോ. അവർക്ക് അടുത്ത മാസം ഡെലിവറിയാണ്, രണ്ടാമത്തെയാണ്. അതുകൊണ്ട് അവർ വീട്ടിലുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾ കഴിക്കണമെങ്കിൽ തോരൻ വേണം കേട്ടോ. അവർക്ക് മെഴുക്ക് വരട്ടി അധികം അങ്ങോട്ട് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തോരൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട്, ഗ്യാസല്ല കേട്ടോ, സ്റ്റവ് കത്തിച്ചിട്ട് അതിലോട്ട് പാത്രം വെച്ച് കടുക് പൊട്ടിച്ചിട്ട് നമ്മുടെ പയറും സവാളയും പച്ചമുളകും അരിഞ്ഞ് വെച്ചത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് വേവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അരപ്പൊക്കെ നമ്മുടെ തോരനുള്ള സാധാ അരപ്പ് തന്നെയാണ് കേട്ടോ, അരച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ അത് ഒരുവിധം ഒന്ന് വെന്തപ്പോഴത്തേക്ക് ഞാൻ അരപ്പും കൂടെ അതിനകത്തോട്ട് ഇട്ട് ഒന്ന് മൂടി വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി കറി നോക്കാമെന്ന് വെച്ചു. അപ്പം നമ്മളിതാ ഇന്ന് മീൻ തോരനും കൂടെ വെക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു മുട്ട പുഴുങ്ങിയായിരുന്നു കേട്ടോ, അത് കഴിക്കുകയാണ്. ഞാൻ രാവിലെ ഒന്നും കഴിച്ചില്ല, മുട്ട പുഴുങ്ങിയത് കഴിക്കുകയാണ്. അപ്പോൾ അമ്മ ഇടലെടുത്ത് കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ തോരൻ്റെ പരിപാടിയൊക്കെ നോക്കി കേട്ടോ. അപ്പോഴത്തേക്ക് തോരൻ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മീൻപീര വെക്കാം കേട്ടോ. പിന്നെ കുഞ്ഞു മത്തിയാണ് കേട്ടോ, കുഞ്ഞു മത്തിയാണ്. അപ്പോൾ നമുക്ക് മീൻപീര വെച്ചാലോ. അപ്പോൾ അരപ്പിന്ന് അരയ്ക്കാതെ വെറൈറ്റി ആണ് ചേട്ടാ. ചിലരൊക്കെ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഞാൻ അരയ്ക്കാതെ ഉള്ള പരിപാടിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് തേങ്ങ എടുത്ത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി കേട്ടോ. ഇത് നമ്മുടെ എരിവിനും പാകത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇഞ്ചി ചതച്ചയാണ്, പിന്നെ കൊച്ചുള്ളിയും പച്ചമുളകും ഇതെല്ലാം കൂടെ ഇട്ട് വെച്ചിട്ട് പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കൈ വെച്ച് നല്ല പോലെ ഒന്ന് ഞെടി കൊടുക്കണം കേട്ടോ. കൈ വെച്ച് ഞെവിടെയെങ്കിലും അതിൻ്റെ കറക്റ്റ് ഒരു ഇത് വരുള്ളൂ കേട്ടോ. നമ്മൾ അരയ്ക്കാതെ ചെയ്യുന്നതുകൊണ്ട് നല്ലപോലെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കൈ വെച്ച് നല്ലപോലെ ഒന്ന് ഞെവിടി അതൊന്നെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ മീൻ ക്ലീനാക്കി വെച്ചേക്കാണ് കേട്ടോ. ഞാൻ ക്ലീനാക്കി വെച്ചേക്കാണ്, അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ പുളി ഉണ്ടല്ലോ, പുളി പിഴിഞ്ഞ് ആദ്യമേ അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കണം. സാധാരണ അടുപ്പ് വെച്ചിട്ടാണ് നമ്മൾ മീൻ കറിക്ക് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ആദ്യമേ തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുളി നല്ലപോലെ പിഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ വേണ്ടത് വെള്ളം വേവാൻ വേണ്ടിയിട്ട് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ എനിക്കൊരു കണക്കുണ്ട്, ആ കണക്കിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ പിന്നെ സ്റ്റൗ ഓൺ ചെയ്ത് അതിനകത്തോട്ട് വെച്ചൊന്ന് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ മീൻ പീര വെച്ച് കൊടുത്തിട്ടുണ്ട്. അടപ്പടച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് സെറ്റായിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട മറക്കാൻ ലൈക്ക് ചെയ്തേക്കണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.